നമ്മൾ ഇല്ലാതാകുന്നതോടെ ആരുടെയും ലോകം അവസാനിക്കുന്നില്ല. നമ്മൾ ഉള്ളതുകൊണ്ട് ആരും ഒരു ലോകവും പണിയുന്നുമില്ല. നമുക്ക് നാം മാത്രമാണ് ലോകം. ചേർത്ത് പിടിക്കുക ആവുന്നിടത്തോളം. എന്നിട്ടും നഷ്ടപ്പെടാനാണ് വിധിയെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ തേടി വരിക തന്നെ ചെയ്യും. സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്ക് അത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടുമെന്നത്. നിങ്ങളുടെ മനസ്സമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതാണ് പക്വത. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞു പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന സത്യമാണ്. നിങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടുകളയുക. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. നീ ഒരാളെ ചതിച്ചാൽ നീ മറ്റൊരാൾ വഴി ചതിയിൽപ്പെടും. നീ കാരണം ഒരാൾ കരഞ്ഞാൽ വേറൊരാൾ കാരണമായി നീ കരയും. നീ കാരണം ഒരാൾക്ക് സന്തോഷിക്കാൻ ഇട വന്നാൽ ഒരുപാട് പേർ നിനക്ക് സന്തോഷം നൽകാൻ നീ പോലും അറിയാതെ ഉണ്ടാവും. സ്വന്തം വില കളഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നാം വെറും ഒരു കോമാളിയായി തോന്നും. അതുകൊണ്ട് സ്നേഹത്തിന് മുന്നിൽ ആണെങ്കിൽ പോലും ആത്മാഭിമാനം പണയം വയ്ക്കരുത്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠമാണ്. ചിലർ സ്നേഹമെന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷം കൂടിയാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തെ ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. പുറം ലോകത്ത് ഉണ്ടാവുന്നതിനേക്കാൾ ശക്തരായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവയാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ, വെറുപ്പ് തുടങ്ങിയവ. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിന് മാത്രമേ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ
നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു.